ഇപ്പോൾ ക്രൈസ്തവ സഭയാണ് അത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ അത് സംബന്ധിച്ചുള്ള അടുത്ത നിലപാട് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നതിന് 3 ഉള്ളടക്കമാണ്. ഒന്ന്, അത് മുസ്ലിം വിരുദ്ധമാണ്. 2, അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. 3, അത് കേരള വിരുദ്ധമാണ്. ഈ 3 ഉള്ളടക്കങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യവുമില്ലാത്ത RSS അതിൻ്റെ അജണ്ട പ്രഖ്യാപിച്ച് സാധാരണ ഒരു വാറോഹല പോലെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു സാമൂഹ്യമോ സാംസ്കാരികമോ ഇനി കലാപരമോ ആയ ഒരു മൂല്യവും ഉള്ള സിനിമയല്ല ദ കേരള സ്റ്റോറി. അത് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് ഞങ്ങളതിനെ ശക്തിയായിട്ട് എതിർത്തത്. ഗവൺമെന്റ് മിഷണറിയാണല്ലോ ദൂരദർശൻ. ആ ദൂരദർശൻ വഴി കേരളത്തിനെതിരായിട്ടും ഇടതുപക്ഷത്തിനെതിരായിട്ടും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരായിട്ടും പ്രത്യേകിച്ചിട്ട് മുസ്ലിം ജനവിഭാഗത്തിന് എതിരായ സ്പർദ്ധ രൂപപ്പെടുത്താൻ സാധിക്കുന്ന നിലവെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സംഘപരിവാർ അജണ്ട ഔദ്യോഗികമായി അവർ ദൂരദർശന്റെ ഭാഗമായിട്ട് വരുന്നു എന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ അതിനെ അതിശക്തിയായിട്ട് എതിർത്തത്. അതിന് എതിരായിട്ടുള്ള കത്ത് ഞങ്ങൾ നൽകിയത്. അത് കേരളത്തിൽ പ്രസിദ്ധീകരിച്ചതാണ്, മുമ്പ് റിലീസ് ചെയ്തതാണ്. ആരും കാര്യമായിട്ട് കാണാൻ പോയിട്ടില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുപോലുള്ള പ്രചരണായുധമായിട്ട് ഉപയോഗിക്കുന്ന സിനിമകളൊന്നും ഒരു തരത്തിലും പരിഗണിക്കാറില്ല, ആരും കണ്ടിട്ടുമില്ല. ഇപ്പോഴ് രൂപത ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ളത് അവർ ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. ഇത്തരം ഉള്ളടക്കമുള്ള ഒരു സിനിമ സ്വാഭാവികമായിട്ടും ഔദ്യോഗികമായ തലത്തിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ അവരവർ തന്നെ ആലോചിക്കേണ്ടതാണ്. അത് വിലക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ബംഗാൾ ഗവൺമെന്റ് പോയി. ഞങ്ങളോടൊന്ന് പറഞ്ഞാണ് അത് നിരോധിക്കണം എന്നുള്ള കാഴ്ചപ്പാട്. ഞാൻ നിരോധിക്കണം എന്നുള്ളതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിവിപുലമായ ആശയപ്രചരണത്തിന് മുന്നോട്ടേക്ക് പോകുകയല്ലാതെ ഏതെങ്കിലും ഒരു ആശയത്തെ നിരോധിച്ച് അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള ധാരണ CPM-നില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ഇതിനെ നിരോധിക്കണം എന്ന നിലപാടിനോട് യോജിക്കാതിരുന്നത്. ഇപ്പോഴും ഞങ്ങൾ നിരോധിക്കണമെന്നുള്ള നിലപാടിനോടല്ല യോജിപ്പ്. പക്ഷേ അതിൻ്റെ കൃത്യതയോടുകൂടി അത് തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കും. ആ സാധിക്കുന്ന ശരിയായ വിശദീകരണം രാജ്യത്ത് നടക്കും. മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളതിലെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടത് വേണോ വേണ്ടോ എന്നൊക്കെ അവരെന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഞാൻ പറഞ്ഞതിൽ എതിർപ്പില്ലെങ്കിൽ എതിർപ്പില്ല, ഞാൻ പറഞ്ഞതിൽ എതിർപ്പുണ്ടെങ്കിൽ എതിർപ്പുണ്ട്. പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടില്ല. എന്താ മനസ്സിലായി? എതിർപ്പില്ല എന്നാ മനസ്സിലായേ? ഞങ്ങൾ ഒരു കലാമൂല്യവും ഇല്ലാത്ത, സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ ഒന്നും സംഭാവന ചെയ്യാത്ത, വിപരീത ദശയിൽ മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേരള വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും മുസ്ലിം വിരുദ്ധവുമായ ഒന്നാണ് ദ കേരള സ്റ്റോറി. ആ സ്റ്റോറിയെ നിരോധിക്കുക എന്നുള്ള നിലപാടിലേക്ക് CPM എത്തിയിട്ടില്ല. ഞങ്ങൾ കലാപരമായ അത് മൂല്യമില്ലാതെ മൂല്യമുള്ളതും ഉൾപ്പെടെയുള്ള ഒരുപാട് എണ്ണം വരുന്നുണ്ട് ഞങ്ങൾക്കെതിരായിട്ടൊക്കെ. അതൊക്കെ നിരോധിച്ചിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള അഭിപ്രായമല്ല ഞങ്ങൾക്കുള്ളത്. ആശയത്തെ ആശയപരമായിട്ട് തന്നെയാണ്, വ്യക്തതയോടുകൂടിയാണ് നേരിടേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ അകത്ത് വിരോധമുണ്ടോ സന്തോഷമാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പറഞ്ഞത്. ഏതാ പത്രം? ഏഷ്യാനെറ്റാ. എന്നാൽ പിന്നെ ആ ചോദിച്ചില്ലെങ്കിലേ പോകും. അതെ, ഞാൻ പറഞ്ഞത് മതി ഉത്തരം, ഇത്രയും മതി ഉത്തരം. ശരി, വേറെ എന്തെങ്കിലും ചോദ്യമുണ്ടോ? എന്താ നിങ്ങളെന്താ പറയാൻ പറഞ്ഞു? അത് അവരോട് ചോദിച്ചാലല്ലേ മനസ്സിലാകുക. അവരെന്താ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവില്ലല്ലോ. അവരോട് ചോദിച്ചു നോക്കുക. അവരോട് ചോദിച്ചിട്ട് കാര്യം എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളല്ലേ പറഞ്ഞ് ഓർത്തുകൊണ്ടുപോവാ. ലവ് ജിഹാദിനെ സംബന്ധിച്ചിടത്തോളം മുമ്പേ ചർച്ച ചെയ്ത് സുപ്രീം കോടതി ഉൾപ്പെടെ എല്ലാം പരിശോധിച്ച് പാർലമെന്റിൽ അമ്മാതിരി ഒന്നും ഇല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടതാണ്. അതിനെപ്പറ്റിയൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ 3 ഉള്ളടക്കം അതിലുണ്ട്. അത് ഈ ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള ഒരു ഭാഗത്തുണ്ട്. മുസ്ലിം വിരുദ്ധത നല്ലപോലെ അതിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുണ്ട്. ഒപ്പം കേരള വിരുദ്ധതയുണ്ട്.
ഈ മൂന്ന് വിരുദ്ധതയും ഉൾക്കൊള്ളുന്ന ഒന്നിനും കൊള്ളാത്ത ഒരു കലാമൂല്യമില്ലാത്ത ഒരു സാധനമാണ് BJP തയ്യാറാക്കിയിട്ടുള്ളത്. അതിപ്പോ പ്രദർശിപ്പിക്കുന്നതിൽ ഞങ്ങൾ അന്ന് അതിനെ അംഗീകരിച്ചിട്ടില്ല, ഇന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് ഞങ്ങൾ ആശയപരമായിട്ട് പറയുക, അതിനെ നിരോധിക്കണം എന്നുള്ള നിലപാട് സ്വീകരിക്കുക. ആരെങ്കിലും കാണുന്നില്ലെങ്കിൽ കാണാൻ പാടില്ല എന്ന് പറയുക, അങ്ങനെയുള്ള ഒരു നിലപാടല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. ആശയങ്ങളെ ആശയപരമായിട്ട് തന്നെ നേരിടാനുള്ള ശേഷിയും കഴിവും ഇന്നത്തെ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനുണ്ട്. ഏത് തരത്തിലുള്ള ആയാലും ആ ഒരു ആത്മധൈര്യത്തിലാണല്ലോ ഈ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് ഏഷ്യാനെറ്റല്ല, മാതൃഭൂമി മനോരമയല്ല, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലോബി മുഴുവൻ, മാധ്യമ ശൃംഖല മുഴുവൻ പരമാവധി ഞങ്ങൾക്കെതിരായാലും ഞങ്ങളതിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവരല്ല. അത് നിങ്ങൾക്ക് ഇതേ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ മനസ്സിലായിക്കോ. നിങ്ങൾ ആശ്രയിച്ചൊന്നും പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. നിങ്ങളുടെ ചെലവിൽ വളർന്നതുമല്ല, നിങ്ങളുടെ ചെലവിൽ തകർത്താനും ആവില്ല. അത് രണ്ടാമത് പറഞ്ഞു കേട്ടില്ലേ? നിങ്ങളുടെ ചെലവിൽ വളർന്നതുമല്ല, നിങ്ങളുടെ ചെലവിൽ അതിനെ അവസാനിപ്പിക്കാനും ആവില്ല.